നമസ്കാരം. സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും തമ്മിൽ കഴിഞ്ഞ ദിവസം നടന്ന 88 മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ച പാർലമെന്റിനകത്ത് അഭ്യൂഹങ്ങൾക്ക് തിരികൊളുത്തി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ശീതകാല സമ്മേളനം നടക്കുന്നതിനിടയിലാണ് ഈ കൂടിക്കാഴ്ച നടന്നതെന്ന റിപ്പോർട്ടുകൾ. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ തെരഞ്ഞെടുക്കാനാണ് നേതാക്കൾ ചർച്ച നടത്തിയെങ്കിലും കൂടിക്കാഴ്ച ഇത്രയും നീണ്ടു നിൽക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. പാർലമെന്റിന്റെ ഇടനാഴികളിൽ കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് എംപിമാർക്കിടയിൽ വലിയ ചർച്ചകൾ നടക്കുന്നു. പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്രമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നിവരാണ് ചട്ടപ്രകാരം ചർച്ച നടത്തി ഇൻഫർമേഷൻ കമ്മീഷൻ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടങ്ങിയ വകുപ്പുകളിലെ പ്രധാന തസ്തികകളിലേക്ക് ആളുകളെ തെരഞ്ഞെടുക്കേണ്ടത്. ഇത്തവണ പ്രധാനമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും കൂടാതെ മുതിർന്ന മന്ത്രി എന്ന നിലയിൽ അമിത് ഷാ ആയിരുന്നു ചർച്ചയിൽ പങ്കെടുത്തത്. ഉച്ചയ്ക്ക് 1 മണിക്ക് രാഹുൽ ഗാന്ധിയും പ്രധാനമന്ത്രിയും ഓഫീസിലെത്തുകയും കൂടിക്കാഴ്ച 1:7 ആരംഭിച്ചുവെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ചർച്ച ഏറെ സമയം നീണ്ടതോടെ എംപിമാർക്കിടയിൽ സംശയങ്ങൾ ഉയർന്നുവെന്നും മറ്റെന്തെങ്കിലും പ്രധാന അജണ്ടകൾ ഉണ്ടോയെന്ന് ചില എംപിമാർക്കിടയിൽ സംശയവും അത് അന്വേഷിച്ചതായും വിവരങ്ങൾ ലഭിക്കുന്നു. കൂടുതൽ അപ്ഡേറ്റിനെ കാത്തിരിക്കാം.